Hi dears, welcome to Dr. JP's classes. അപ്പോൾ മക്കളെ എന്തൊക്കെയാണ് വിശേഷം? പഠിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിപ്പോൾ മോഡൽ എക്സാം ഒക്കെ എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷൻ ആണെന്നാണ് മിസ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ബയോളജിക്ക് A+ വാങ്ങണ്ടേ? കുറേ കുട്ടികൾക്ക് ബയോളജിനോട് ഇഷ്ടമില്ലാത്തവരുണ്ട്, പക്ഷെ ഇഷ്ടമുള്ളവരുണ്ടാവും, പക്ഷെ പഠിക്കാൻ പറ്റാത്തവരുണ്ടാവും. അപ്പം അതിനൊക്കെ ഉള്ള സൊല്യൂഷൻ മിസ് പറഞ്ഞുതരാം. നമ്മൾ ഇവനി ചെയ്യാൻ പോകുന്നത് നമ്മൾ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ വീഡിയോസും അതുപോലെ തന്നെ ഷുവറായിട്ട് എക്സാമിന് വരുന്ന കുറച്ച് പോർഷൻസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. സോ നിങ്ങൾക്ക് എന്തായിരിക്കും അത് ഈസിയർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്ററിന്റെ പേര് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അറിയാനും പ്രതികരിക്കാനും അല്ലെ. സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് ചാപ്റ്റർ 1 ആണ്. നിങ്ങൾക്കറിയാം, 1ാമത്തെ ചാപ്റ്ററിലാണ്. നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളത്? എന്താണ് മെയിൻ ആയിട്ട് വരിക? ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കം അല്ലെ. അടുത്തത് വരുന്ന ഏതാ? നെർവ് അല്ലെങ്കിൽ നാഡി അല്ലെ. നെർവ് അല്ലെങ്കിൽ നാഡി വരും. ഇനി അടുത്തത് ഏതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? നമ്മളെ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്ന എന്ന് പറയുന്ന ആള് അല്ലെ. നെക്സ്റ്റ് വരുന്ന ഏതാണ്? ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് വേറെ ഏതാണ്? നമുക്കറിയാം, സിമ്പതറ്റിക്കും അതുപോലെ പാരാസിമ്പതറ്റിക് വ്യവസ്ഥ. സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും. ഏറ്റവും ലാസ്റ്റ് വരുന്നത് നമ്മളെ നെർവ്സിന് വരുന്ന കുറച്ച് ഡിസീസസ് ആണ് അല്ലെ. അൽഷിമേഴ്സ്, എപ്പിലെപ്സി, അതുപോലെ പാർക്കിൻസൺസ് പോലത്തെ കാര്യം. അപ്പോൾ മിസ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ കുറേ വർഷം റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് കേട്ടോ. കുറേ തവണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. മക്കൾ റെഡിയല്ലേ? നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് പെട്ടെന്ന് ആകെ 10 ക്വസ്റ്റ്യൻ ആണ് മിസ് ഇവിടെ എടുത്തത് കേട്ടോ. ഓക്കെ, 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് എക്സ് ഇൻഡിക്കേറ്റ്? എക്സ് എന്തിനെ സൂചിപ്പിക്കുന്നു? നിങ്ങൾ നോക്കുക, അവിടെ ഓൾറെഡി എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു കണ്ണ്, അതുപോലെ മസ്തിഷ്കം. ഓക്കെ, അപ്പം ഐ അതുപോലെ തന്നെ ബ്രെയിൻ. ഈ ഐന്റെയും ബ്രെയിനിന്റെയും മുകളിലുള്ള ഈ ഒരു ഭാഗം, അതായത് ഐ എന്ന ഇമ്പൾസസിനെ ബ്രെയിനിലേക്കോ അല്ലെങ്കിൽ മസ്തിഷ്കത്തിലേക്കോ എത്തിക്കുന്ന നാഡി ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് നാഡികൾ കൊടുത്തിട്ടുണ്ട്. 1ാമത്തെയാണ് സെൻസറി നെർവ്. സെൻസറി നെർവ് എന്ന് പറയുന്നത് എന്താണ്? സെൻസറി നെർവ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആവേഗങ്ങളെ സ്വീകരിച്ച് മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്ന ആള്. അടുത്തതാണ് മോട്ടോർ നെർവ്. എന്താണ് മോട്ടോർ നെർവ് എന്ന് പറഞ്ഞാല്? അതായത് സുഷുമ്നയിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും ആവേഗങ്ങളെ കൊണ്ടുവരുന്ന ആള്. ഇവര് രണ്ടാളെയും കൂടി മിശ്രിതമാണ് എന്ത്? സമ്മിശ്ര നാഡി അല്ലെങ്കിൽ മിക്സഡ് നെർവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ ഡിയേഴ്സ് ചോദിച്ചിട്ടുള്ളത്? കണ്ണിൽ നിന്നും മസ്തിഷ്കത്തിലേക്ക് ആവേഗങ്ങളെ എത്തിക്കുന്ന നാഡി ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഏത് നാഡിയാ? മിസ് പറഞ്ഞു ഓൾറെഡി നമ്മളെ സെൻസറി ന്യൂറോൺ അല്ലെങ്കിൽ നമ്മളെ സംവേദ നാഡി എന്താണ് ചെയ്യുക? നമ്മളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ സ്വീകരിച്ച് നമ്മളെ എങ്ങോട്ട് എത്തിക്കും? മസ്തിഷ്കത്തിലേക്ക് എത്തിക്കും. അപ്പൊ നമ്മളെ കണ്ണിൽ നമ്മൾ എന്തൊക്കെയോ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ആ കാഴ്ചകളൊക്കെ സ്വീകരിച്ച് നമ്മളെ തലച്ചോറിലേക്ക് എത്തിക്കുന്ന ആളാണ് ആര്? നമ്മളെ സെൻസറി ന്യൂറോൺ അല്ലെങ്കിൽ സംവേദ നാഡി. അപ്പൊ 1ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മക്കൾക്ക് മനസ്സിലായോ? കണ്ണിൽ നിന്ന് ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായോ? ആരാണ്? നമ്മളെ സംവേദ നാഡിയാണ് അല്ലെ. നമ്മളെ സംവേദ നാഡിയാണ്. അപ്പൊ എക്സ് എന്തിനെ സൂചിപ്പിക്കുന്നു? സെൻസറി ന്യൂറോൺ, സെൻസറി നെർവ് അല്ലെങ്കിൽ സംവേദ നാഡി. ക്ലിയർ അല്ലേ ഡിയേഴ്സ്? അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങളുണ്ടല്ലോ ഒരിക്കലും ടെൻഷൻ അടിച്ചുകൊണ്ട് എക്സാം എഴുതരുത് കേട്ടോ. ടെൻഷൻ അടിച്ചുകൊണ്ട് എക്സാം ചെയ്ത് എന്താ കുഴപ്പമെന്നറിയോ? നമ്മൾ എഴുതുന്ന സാധനം ഒന്നും എന്ത് ചെയ്യുക, നമ്മളെ മൈൻഡിലുണ്ടാവും, പക്ഷെ നമ്മൾ എഴുതുന്ന സമയത്ത് വേറെ വേറെ നമുക്ക് എഴുതാൻ കിട്ടില്ല. അതായത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ടെൻഷനൊക്കെ നിങ്ങൾ എക്സാമിന് ഒരിക്കലും നിങ്ങൾ ഒരു ഭീകര ആളായിട്ട് നിങ്ങൾ കാണരുത് കേട്ടോ. എക്സാം എന്ന് പറയുന്നത് എക്സാമിന് എത്ര ഭീകരത്വമായിട്ടും കാണേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് എന്ത് വേണം? എക്സാമിനോടൊരു സീരിയസ്നെസ് വേണം. ഇനി എക്സാം എഴുതാൻ പോകുമ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കണ്ടോ ഈ ക്വസ്റ്റ്യൻ നമ്പർ കണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ കമ്പൽസറി ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ നിർബന്ധമായിട്ട് വേണം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യന് മാർക്ക് തരില്ല കേട്ടോ ടീച്ചേഴ്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ട് ഇടാം. പിന്നെ നന്നായിട്ട് എക്സാം ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിക്കുക. ബയോളജിയിലൊക്കെ സബ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരും. ഇപ്പം നോക്കിയാൽ 2ാമത്തെ ക്വസ്റ്റ്യനിൽ വന്ന സബ് ക്വസ്റ്റ്യൻ എയും ബിയും
അതുപോലെ സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ സബ് ക്വസ്റ്റ്യൻസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. രണ്ടാമത്തെ ചോദ്യം, സിംറ്റംസ് ഓഫ് എ ഡിസീസ് ആർ ഗിവൺ ബിലോ. ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങൾ താഴെ തന്നിരിക്കുന്നു. ലോസ് ഓഫ് മെമ്മറി, ഇന്നബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. അതായത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ്? മെമ്മറിയിലെ ഓർമ്മ എന്തായി പോവാ? നശിച്ചു പോവാണ് ചെയ്യുന്നത്. മെമ്മറി എന്ത് ചെയ്യാണ്? നശിച്ചു പോവാ. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളെ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന കുറച്ച് ഡിസോർഡേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അല്ലെ, കുറച്ച് ഡിസീസസ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ഡിസീസാണ് എന്ത്? ഒന്നാമത്തെ ഡിസീസാണ് അൽഷിമേഴ്സ് അല്ലെ, അൽഷിമേഴ്സ്. രണ്ടാമത്തെയാണ് പാർക്കിൻസൺസ്. മൂന്നാമത്തെയാണ് എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുക, ഈ അൽഷിമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മറവിക്കാണ് നമ്മൾ അൽഷിമേഴ്സ് എന്ന് വിളിക്കുക അല്ലെ. ഈ അൽഷിമേഴ്സ് വരാനുള്ള കാരണം എന്താ? നമ്മുടെ തലയിൽ നമ്മുടെ മസ്തിഷ്കത്തില് ഒരു പ്രത്യേകമായിട്ടുള്ള ഇൻസോലിബിൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ അലയമായിട്ടുള്ള ഒരു പ്രോട്ടീൻ അക്യുമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അടിഞ്ഞുകൂടുക. അത് അടിഞ്ഞുകൂടുന്നത് വഴി എന്ത് സംഭവിക്കും? നമ്മളെ ന്യൂറോൺസ് ഒക്കെ നശിച്ചു പോവാണ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് മറവി എന്നൊരു പ്രശ്നം ഉണ്ടാവുക. അതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക? ആൾക്കാരെ മറന്നു പോവുക. നമ്മൾ ദിനന്തരം അതായത് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ പോലും എന്ത് ചെയ്യുക? മറന്നു പോവുക. ഇനി രണ്ടാമത്തേതാണ് പാർക്കിൻസൺസ് എന്ന് പറയും. പാർക്കിൻസൺസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ മസ്തിഷ്കത്തിന്റെ അകത്തുള്ള ചില ഗാംഗ്ലിയോൺസുകളുടെ നാശത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പാർക്കിൻസൺസ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ നമ്മളെ മസ്തിഷ്കത്തില് ഡൊപ്പാമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രൊഡക്ഷനും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറയാണ് ചെയ്യാം. ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതായത് നമ്മളെ ബോഡി ബാലൻസ് എന്ത് ചെയ്യുക? നഷ്ടപ്പെട്ടു പോവുക. ബോഡി ബാലൻസിങ് പോവുക. പിന്നെ അതുപോലെ തന്നെ ഷിവറിങ് അല്ലെങ്കിൽ വിറയൽ, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അടുത്തത് എപ്പിലെപ്സി അല്ലെങ്കിൽ നമ്മൾ അപസ്മാരം എന്ന് പറയുന്ന, അതായത് നമ്മുടെ മസ്തിഷ്കത്തിലൂടെയുള്ള വൈദ്യുത ചാർജസിന്റെ പ്രവാഹത്തിന്റെ എന്ത് ചെയ്യാൻ ഒരു ക്രമരഹിതമായിട്ട് പോവുക, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതിന് നമ്മൾ എന്ത് വിളിക്കാം? എപ്പിലെപ്സി എന്ന് വിളിക്കുക കേട്ടോ. ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് എന്താണ്? വായന്ന് ഫ്രോത്തി ഡിസ്ചാർജ് അല്ലെ നൂരയും പതയൊക്കെ വരികയാണ് അതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ അല്ലേ? ഇത്രയും അസുഖങ്ങൾ ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് പറഞ്ഞേ, ഇവിടെ തന്നത് ഏതാ? കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക, ബന്ധുക്കളെ തിരിച്ചറിയാൻ കഴിയാതെ വരിക. അപ്പൊ എന്തായിരിക്കും വരിക? ഏതാ അവിടുത്തെ രോഗം എന്ന് പറയുന്നത്? ഏതാണ്? നമ്മൾ ആദ്യം പഠിച്ച അൽഷിമേഴ്സ് ആണ് അല്ലെ. ഈ രോഗത്തിന് കാരണം എന്താന്നാ പറഞ്ഞത്? നമ്മളെ തലച്ചോറില് ഇൻസോലിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അലേയമായ പ്രോട്ടീനുകൾ അല്ലെ, അലയമായ പ്രോട്ടീനുകൾ എന്ത് ചെയ്യുക? നമ്മളെ മസ്തിഷ്കത്തിൽ അടിഞ്ഞുകൂടുക കേട്ടോ. അതായത് ഇൻസോലിയബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് നമ്മളെ ബ്രെയിനിൽ എന്ത് ചെയ്യുക? അക്യുമുലേറ്റ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് അൽഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു രോഗത്തിന് കാരണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതിലൊരു ക്വസ്റ്റ്യനിലെ ഡിസീസ് അല്ല കേട്ടോ. സം ഓഫ് ദ ബോഡി ചേഞ്ചസ് ആണ് ആർ ഗിവൺ ബിലോ, അറേഞ്ച് ദം സൂറ്റബിളി. ചില ശാരീരിക പ്രവർത്തനങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. തന്നിരിക്കുന്ന പട്ടിക ഉചിതമായി ക്രമീകരിക്കുക. പട്ടിക മിസ് ഇവിടെ എഴുതിയിട്ടില്ല. പട്ടിക എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് മനസ്സിലാവും. നമുക്ക് എന്ത് വെച്ചിട്ട് നമുക്ക് എഴുതാനുള്ളത്? സിമ്പതറ്റിക്, സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും. ഓക്കെ, ഒന്നാമത്തെ നോക്കിക്കേ. അതിനു മുമ്പ് നമുക്ക് പറയാം, നമ്മളെ നാഡീവ്യവസ്ഥയിൽ വരുന്ന ഭാഗമാണ് മസ്തിഷ്കവും അതുപോലെ സുഷുമ്നയും. അതിൻ്റെ അകത്ത് തന്നെ കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയും ഉണ്ട് അല്ലേ. നമുക്കറിയാം സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. ഇനി നമ്മുടെ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ് ആരൊക്കെ വരിക? നമ്മളെ മസ്തിഷ്കവും അതുപോലെ തന്നെ നമ്മളെ
സുഷുമ്നയൊക്കെ വരിക. പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഒരു ഭാഗമാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കും ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, അല്ലെങ്കിൽ സ്വതന്ത്ര നാഡി വ്യവസ്ഥ എന്ന് വിളിക്കും. ഇതിൽ വരുന്ന 2 ആൾക്കാരാണുള്ളത്. അതിൽ ഒന്നാമത്തെ ആളാണ് നമ്മള് സിമ്പതറ്റിക്കും, രണ്ടാമത്തെയാണ് പാരാസിമ്പതറ്റിക്കും. അപ്പം ഈ സിമ്പതറ്റിക് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എമർജൻസി കണ്ടീഷൻസിൽ, അതായത് നിങ്ങളിപ്പോൾ രാവിലെ സ്കൂളിലേക്ക് നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പട്ടി ഓടിക്കാൻ വന്നു, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പാമ്പിനെ കണ്ടു. ആ സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ കുറേ ചേഞ്ചസ് ഉണ്ടാവും അല്ലേ, എന്തൊക്കെയോ മാറ്റങ്ങൾ നമ്മളെ ശരീരത്തിൽ ഉണ്ടാവും. അങ്ങനെ ആ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ എമർജൻസി കണ്ടീഷൻസിൽ പ്രവർത്തിക്കുന്ന ഒരു തരത്തിലുള്ള നമ്മളെ നാഡീവ്യവസ്ഥയാണ് നമ്മളെ സിമ്പതറ്റിക് നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. എമർജൻസി കണ്ടീഷനിൽ പ്രവർത്തിക്കുന്ന നാഡീവ്യവസ്ഥയാണ് എന്ത് വ്യവസ്ഥ? ഏതാണ്? എമർജൻസി കണ്ടീഷനിലെ സിമ്പതറ്റിക് ആണ് കേട്ടോ. എമർജൻസി കണ്ടീഷനിലാണ് ഇവർ പ്രവർത്തിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ പെട്ടെന്ന് ഒരു നായനെയൊക്കെ കണ്ട് പെട്ടെന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങളെ ഹാർട്ട് ബീറ്റിന്റെ റേറ്റ് കൂടുകയോ കുറയോ കൂടുകയല്ലേ ചെയ്യുക അല്ലേ? ഹാർട്ട് ബീറ്റ് കൂടുകയാണ് ചെയ്യുക. അപ്പം ഈ ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ് എന്ന് പറയുന്നത് ഏത് നെർവസ് സിസ്റ്റത്തിൽ വരുന്നതാ മക്കളെ? എന്തിന്റെ അണ്ടറിൽ വരുന്നതാ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യാന്ന് പറയുന്നത് എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്? ഏതിലാ വരുന്നത്? നമ്മളെ സിമ്പതറ്റിക് സിസ്റ്റത്തിലാണ് അല്ലെ? സിമ്പതറ്റിക് സിസ്റ്റത്തിൽ വരുന്നതാണ്. അടുത്ത നോക്കുക, ട്രക്കിയ കോൺട്രാക്ട് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങളുണ്ടല്ലോ ഇപ്പൊ എമർജൻസി കണ്ടീഷനിലാകുമ്പോൾ നമ്മൾ ട്രക്കിയൊക്കെ എക്സ്പാൻഡ് ആവുകയാണ് ചെയ്യുക, നമുക്ക് ടെൻഷൻ ആവുകയാണ് ചെയ്യുക. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മളെ ട്രക്കിയ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ കേസ്. അപ്പൊ ഏത് നെർവസ് സിസ്റ്റം ആക്ട് ചെയ്യുക? പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആണ് ആക്ട് ചെയ്യുക. ഇനി അടുത്തതാണ് പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസസ്. സലൈവയുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക? ഡിക്രീസ് ആവുക. സലൈവയുടെ പ്രൊഡക്ഷൻ ഡിക്രീസ് ആവുക എന്ന് പറയുന്നത് ഏത് കണ്ടീഷനിൽ വരുന്ന മാറ്റമാണ്? നമ്മളെ പാരാസിമ്പതറ്റിക്കിൽ തന്നെ വരുന്ന മാറ്റമാണ് കേട്ടോ. അതായത് നോർമൽ കേസ് ആണ്. പക്ഷെ നമ്മളെ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഈസോഫാഗസിന്റെ ഒക്കെ വാൾസിലൂടെയുള്ള ഇതിന്റെ മൂവ്മെന്റിനാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കുക. അപ്പൊ ഈ പെരിസ്റ്റാൾസിസ് നമുക്കറിയാം, നിങ്ങൾ 9ാം ക്ലാസ് പഠിച്ചാണ് നമ്മളെ ഫുഡ് പോകുന്ന സമയത്ത് നമ്മുടെ ഈസോഫാഗസിന്റെ വാൾസിൽ ഉണ്ടാകുന്ന ഒരു മൂവ്മെന്റ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കുക. അപ്പൊ പെരിസ്റ്റാൾസിസ് നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന സമയത്ത് പെരിസ്റ്റാൾസിസ് ഒക്കെ നടക്കുമോ? ഇല്ല. അപ്പൊ നമ്മുടെ സിമ്പതറ്റിക് സിസ്റ്റത്തിന്റെ കേസിലാണ് എന്ത് നടക്കുക? പെരിസ്റ്റാൾസിസ് നടക്കുക. അപ്പൊ മക്കൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതൊരു കമ്പൽസറി ആയിട്ട് നിങ്ങൾ വിട്ടു പോവാണ്ട് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പഠിക്കുക കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഇതെപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതുണ്ടല്ലോ, ഈ 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു പോർഷനാണ് നമ്മളെ ബ്രെയിനും അതുപോലെ തന്നെ നെർവും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് മിസ് ബ്രെയിനിന്റെ കുറച്ച് പാർട്സ് നമുക്കറിയാം. നമ്മൾ കുറച്ച് പാർട്സ് ഒക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞൊന്നും തരണ്ട, നിങ്ങളൊക്കെ എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും. എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എനിക്കറിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് ഒഴിവാക്കി വിട്ടു പോകും. അങ്ങനെ ഒഴിവാക്കി വിട്ടു പോകരുത് കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ പാർട്ട് സെറിബ്രം. ഒന്നാമത്തെ പാർട്ടാണ് സെറിബ്രം. ഇനി 2ാമത്തെ പാർട്ട് സെറിബെല്ലം. 3ാമത്തെ പാർട്ട് മിസ് പറയുന്നതിൻ്റെ കൂടെ മക്കളും പറഞ്ഞു പോവാ കേട്ടോ. തലാമസ്. 4ാമത്തത് ഹൈപ്പോതലാമസ്. 5ാമത്തത് മെഡുല്ല ഒബ്ലോംഗേറ്റ. ഓക്കെ അല്ലേ? ഓക്കെ, ഇത്രയാണ് നമുക്കിതിൽ പഠിക്കാനുള്ള പാർട്സ് എന്ന് പറയുന്നത്. ഈ സെറിബ്രത്തിന്റെ ഫങ്ഷൻസ് എന്നൊക്കെ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മളെ തലച്ചോറിൽ അല്ലെങ്കിൽ നമ്മളെ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം, ലാർജസ്റ്റ് പാർട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡീൻ്റെ വോളണ്ടറി ആക്ടിവിറ്റീസ്. എന്താ വോളണ്ടറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? വോളണ്ടറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താ? അതായത് ഇപ്പൊ മിസ് കൈ കൊണ്ടൊക്കെ ഓരോ ആക്ഷൻ കാണിക്കുന്നില്ല, നിങ്ങൾ കാണുന്നില്ലേ? ഇതൊക്കെ വോളണ്ടറി ആക്ടിവിറ്റീസ്. അതായത് മിസ്സിന്റെ കൺട്രോളിലാണ് ഇതുള്ളത്. മിസ്സിന് ഇനിയിപ്പോൾ കൈ അനക്കണ്ടെന്ന് ചോദിച്ചാൽ മിസ്സിന് കൈ അനക്കണ്ട,
എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി മിസ് നടക്കുന്ന സമയത്ത് മിസ് വിചാരിക്കുകയാണ് ഇനി നടക്കണ്ട, ആ മിസ്സിന്റെ കാലിന്റെ മൂവ്മെന്റ് അവിടെ നിന്നു ഇല്ലേ. ഇനി തല ഇങ്ങനെ ഇളക്കാണ്, തല ഇളക്കുന്നു മിസ് വിചാരിച്ചാൽ മിസ്സിനെ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിങ്ങനെ എന്താ പറയാ ബ്രീത്ത് ഇൻ ചെയ്യുന്നില്ലേ? ബ്രീത്ത് ഇൻ ചെയ്യുന്ന എൻ്റെ മക്കൾ വിചാരിച്ചാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ബ്രീത്തിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്? ഹാർട്ട് ബീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെ നമ്മളെ ബ്ലഡ് ഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നമ്മൾ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് എന്ന് പറയും. അപ്പൊ നമ്മളെ ബോഡീൻ്റെ അകത്തുള്ള എല്ലാ വോളണ്ടറി ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്ന ഒരു പാർട്ട്, അല്ലെങ്കിൽ ഐച്ഛികമായിട്ടുള്ള ചലനങ്ങളോ ഐച്ഛികമായിട്ടുള്ള പ്രവർത്തനങ്ങളോ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്? സെറിബ്രം എന്ന് പറയുന്നത്. ഇനി മിസ് നേരത്തെ പറഞ്ഞു അനൈച്ഛിക ചലനങ്ങൾ, അവര് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് നടത്തുന്ന ആളാണ് ആര്? നമ്മളെ മെഡുല്ല ഒബ്ലോങ്കേറ്റ. അടുത്ത നമ്മളെ തലച്ചോറിലെ രണ്ടാമത്തെ ഭാഗമാണ് ആ പേര് പോലെ തന്നെ രണ്ടാമത്തെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ്, രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ഈ സെറിബെല്ലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിന്റെ ഇക്വിലിബ്രിയം നമ്മുടെ ശരീരത്തിന്റെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് കേട്ടോ. അപ്പൊ ഇത് പഠിക്കാൻ എളുപ്പത്തിന് മിസ് പറഞ്ഞത് ഇക്വിലിബ്രിയം എന്ന് ക്വസ്റ്റ്യനിൽ കണ്ട ഇക്വിലിബ്രിയത്തിൽ എല്ലുണ്ട്, സെറിബെല്ലത്തിലും എല്ലുണ്ട്. അപ്പൊ എല്ല് കണ്ടാൽ നിങ്ങൾ ആലോചിക്കാതെ ആരിൽ വരുന്നതാണ്? നമ്മളെ സെറിബെല്ലത്തിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, നമ്മളെ ശരീരത്തിന്റെ തുലന നില കേട്ടോ, ശരീര തുലന നില ക്രമീകരിക്കാൻ സഹായിക്കുന്ന ആളാണ് ആളാണ് നമ്മളെ സെറിബെല്ലം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇക്വിലിബ്രിയം കണ്ട ഇക്വിലിബ്രിയത്തിലെ എല്ലുണ്ട്, സെറിബെല്ലത്തിലെ എല്ലുണ്ട്. ഇനി മൂന്നാമത്തെ ഭാഗമാണ് തലാമസ്. ഓക്കെ, തലാമസ് നിങ്ങൾ നോക്കുക. തലാമസ് അറിയപ്പെടുന്നത് എന്താന്ന് പറഞ്ഞാൽ റിലീസ് സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ്, അല്ലെങ്കിൽ ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ആലോചിക്കാം. റെയിൽവേ സ്റ്റേഷനിൽ നമുക്കറിയാം ട്രെയിൻ പാസ് ചെയ്ത് പോകും. എല്ലാ ട്രെയിനും റെയിൽവേ സ്റ്റേഷനിലൂടെ പാസ് ചെയ്ത് പോകും. പക്ഷെ എല്ലാ ട്രെയിനും അവിടെ നിർത്തുമോ? ഇല്ലല്ലോ, നിർത്തിയിട്ട് പോകുന്ന ട്രെയിനുകൾ കുറവല്ലേ. അപ്പൊ നമ്മൾ തലാമസ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് വേണ്ട ആവേഗങ്ങളെ മാത്രം കടത്തിവിടുന്ന, അല്ലെങ്കിൽ നമ്മളെ സെറിബ്രത്തിലേക്ക് എത്തിക്കുന്ന ആളാണ് നമ്മളെ തലാമസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ സെറിബ്രത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? മിസ് പറഞ്ഞു വോളണ്ടറി ആക്ഷൻസ് ആണ്. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ മിസ് പറയുന്ന കാര്യം മക്കൾ ഓർത്ത് വെക്കുന്നില്ലേ? മക്കളുടെ ചിന്ത, ഓർമ്മ, അല്ലെങ്കിൽ ഇന്റലിജൻസ്, ഇതൊക്കെ ആരാ കൺട്രോൾ ചെയ്യുന്നത്? നമ്മളെ സെറിബ്രമാണ്. അടുത്താണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിന്റെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ അത് പഠിക്കാൻ നോക്കിക്കോ. ഹോമിയോസ്റ്റാസിസ് കണ്ടാൽ രണ്ടും എന്തിലാണ് തുടങ്ങുന്നത്? എച്ചിലാണ് കേട്ടോ. അപ്പൊ ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന ഒരേ ഒരു ഭാഗമാണ് എന്ത്? ഹൈപ്പോതലാമസ്. ഏറ്റവും ലാസ്റ്റ് പാർട്ടാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ ഏതാ ചിത്രം തന്നെ? നമ്മുടെ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമല്ലേ ഇത്? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമല്ലേ ഇത്? അല്ലേ? ഇത്രയും ഭാഗം ഒന്നാണ് അല്ലേ? ഇത്രയും ഭാഗം ഒന്നാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും വലിയ ഭാഗം ഏതായിരുന്നു? സെറിബ്രം. ഇനി രണ്ടാമത്തെ വലിയ ഭാഗം നമ്മളെ സെറിബെല്ലം ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗം, വലിയ ഭാഗം ഇതല്ലേ? ഏതാണ് ഈ ബി പാർട്ട്? ഏതാണ്? സെറിബെല്ലം. അതായത് രണ്ട് ഫ്ലാപ്സ്, രണ്ട് ദളങ്ങളായിട്ടാണ് എന്ത് കാണപ്പെടുക? ഇതുപോലെ ഇങ്ങനെ രണ്ട് ദളങ്ങളായിട്ട്. ഓക്കെ, ഹാർട്ട് ഷേപ്പ്, ഏകദേശം ഒരു ഹാർട്ട് ഷേപ്പ് ഒക്കെ പോലെ രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ തലച്ചോറിൽ നിന്നും സുഷുമ്നയിലേക്ക് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ്, അല്ലെ മെഡുല്ല ഒബ്ലോങ്കേറ്റ കഴിഞ്ഞാൽ നേരെ പോകുക നമ്മൾ സുഷുമ്നയിലേക്കാണ് കേട്ടോ. അപ്പൊ മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. ഇതിന്റെ ഒക്കെ ധർമ്മം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലേ? സെറിബ്രം നിങ്ങൾക്ക് എന്ത് എഴുതാം? ചിന്ത, അല്ലെങ്കിൽ നമ്മളെ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗമാണ് നമ്മളെ ഓർമ്മ, നമ്മളെ ബുദ്ധി, അതുപോലെ നമ്മളെ ശരീരത്തിലെ ഐച്ഛിക ചലനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സെറിബ്രാണ് അല്ലെ.
രണ്ടാമത്തെയാണ് സെറിബെല്ലം. നമ്മളെ പേശി പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ച് നമ്മളെ ശരീര തുലന നില ക്രമീകരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. മൂന്നാമത്തെയാണ് തലാമസ്, അതായത് ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്നു. ഹൈപ്പോ തലാമസ് മിസ് പറഞ്ഞു ഹോമിയോസ്റ്റാസിസ് കണ്ടാൽ രണ്ടും എന്തിനാണ് തുടങ്ങുന്നത്? രണ്ടും എച്ചിലാണ് തുടങ്ങുന്നത് അല്ലെ. അപ്പൊ മറന്നു പോകണ്ട. ഏറ്റവും ലാസ്റ്റ് പാർട്ടാണ് മെഡുല്ല ഒബ്ലോംഗേറ്റ, അനൈസ്റ്റിക ചലനങ്ങൾ. അതുപോലെ സെറിബെല്ലത്തിൽ ഇക്വിലിബ്രിയം കണ്ടാൽ എൻ്റെ മക്കൾ ആലോചിച്ചോ, അതാരാണ്? ആരാണ്? സെറിബെല്ല ട്ടോ. മിസ് പറയുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് മനസ്സിൽ ആലോചിച്ച് വെക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഇവിടെ അപ്പൊ തന്ന ഭാഗം ഏതൊക്കെയാ? സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോംഗേറ്റ. നാലാമത്തെ ക്വസ്റ്റ്യൻ പക്ക അല്ലേ? ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒബ്സർവ് ദ ഫിഗർ എന്ന് മാത്രമാണ് പറഞ്ഞത്. ഒബ്സർവ് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? അത് റീഡ്രോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഒബ്സർവ് അല്ലെങ്കിൽ റീഡ്രോ തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയും. നിങ്ങൾ ഒരുവിധ എക്സാം ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത മിസ് പറഞ്ഞതാ വേറെ ഇവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വേറൊരു പാർട്ടാണ് നമ്മളെ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ വീണ്ടും ന്യൂറോണിന്റെ ഭാഗങ്ങളിലേക്ക് പോവാണ്. ഒന്നാമത്തെ ഭാഗം ഏതൊക്കെയാണെന്നൊന്ന് മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏറ്റവും ആദ്യത്തെ ഭാഗം എന്ന് പറയുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. രണ്ടാമത്തെ ഭാഗമാണ് ഡെൻഡ്രോൺ. മൂന്നാമത്തെ ഭാഗമാണ് ആക്സോൺ. നാലാമത്തത് ആക്സോണൈറ്റ്. അഞ്ചാമത്തത് സിനാപ്റ്റിക് നോബ്. ഇത് ശ്വാൻസെല്ലും കൂടെ ഉണ്ട്. ശ്വാൻസെല്ല് അങ്ങനെ ചോദിക്കാറില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ആണ് ഇത്. ഇതിലും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതാണ് സിനാപ്റ്റിക് നോബ് ഇമ്പോർട്ടൻ്റ് ആണ്, ആക്സോൺ ഇമ്പോർട്ടൻ്റ് ആണ്, ഡെൻഡ്രൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഡെൻഡ്രോൺ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കാം, നമ്മുടെ ന്യൂറോണിന്റെ നമുക്കറിയാം ന്യൂറോണുകൾ ഇങ്ങനെ അടുപ്പിച്ചടുക്കി വെച്ചിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഏറ്റവും പുറത്ത് കാണപ്പെടുന്ന ഭാഗമാണ് നമ്മളെ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ നോക്കിക്കേ, ഇതല്ലേ പുറത്ത് കാണുന്നത്. ഇവരാണ് എന്ത് ചെയ്യുക? ആവേഗങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല് ഇവരിങ്ങനെ ആവേഗങ്ങളെ സ്വീകരിച്ചിട്ട് നമ്മളെ കോശ ശരീരത്തിലേക്ക് എത്തിക്കും. അപ്പൊ അത് സ്വീകരിച്ച് വരുന്നത് ഈ ചെറിയൊരു ബ്രാഞ്ചിലൂടെ അല്ലേ. അപ്പൊ നമ്മളെ കോശ ശരീരത്തിലേക്ക് വരുന്ന ഈ നീളം കുറഞ്ഞ തന്തുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്. എന്താ വിളിക്കുക? സോറി മക്കളെ, ഡെൻഡ്രോൺ. ഈ പുറത്ത് കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്? ഡെൻഡ്രൈറ്റ്. ഇനി ഇതിൽ നിന്ന് കാണപ്പെടുന്ന ചെറിയ തന്തു അല്ലെങ്കിൽ ആവേഗങ്ങളെ കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ഭാഗമാണ് എന്ത്? ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഇനി ഡെൻഡ്രോൺ കഴിഞ്ഞു. ഇതെന്താണ്? ഇത് നമ്മളെ കോശ ശരീരമാണ് കേട്ടോ. ഇത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ കോശ ശരീരമാണ്. അപ്പൊ ഈ കോശ ശരീരത്തിലെത്തിയ ആവേഗത്തിന് എങ്ങോട്ട് പോകണം? കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണമല്ലോ. ഈ കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഈ നീളം കൂടിയ തന്തുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്താണ്? ആക്സോൺ. എന്താണ് വിളിക്കുക? ആക്സോൺ എന്നാണ് വിളിക്കുക കേട്ടോ. അപ്പൊ കോശ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഈ നീളം കൂടിയ തന്തുവിനെ നമ്മൾ എന്ത് വിളിക്കും? ആക്സോൺ എന്ന് വിളിക്കും. ആക്സോണെ വലയം ചെയ്ത് ശ്വാൻകോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇനി ഈ ആക്സോണിലെത്തിയ സാധനം ഈ രണ്ട് ശാഖയായിട്ട് തിരിയുന്നില്ലേ? ഇതുപോലെ രണ്ട് ശാഖയായിട്ട് തിരിയുന്നുണ്ട് അല്ലെ. ഈ ശാഖയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സോണൈറ്റ്. ഓക്കെ, ഡെൻഡ്രൈറ്റ്, ആക്സോണൈറ്റ്, ഡെൻഡ്രോൺ, ആക്സോൺ. അത് കഴിഞ്ഞ് ഏറ്റവും അറ്റത്തുതാ ഈ മുത്തുകൾ പോലെ കടിപ്പിച്ച ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ് വിളിക്കുക? സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കും അല്ലെ. എന്താ വിളിക്കുക? സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കും. ഓക്കെ, ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നാഡീയ പ്രേക്ഷകങ്ങൾ ശ്രവിക്കപ്പെടുന്ന ഭാഗമാണ് കേട്ടോ. നാഡീയ പ്രേക്ഷകങ്ങൾ എന്താ? നാഡീയ പ്രേക്ഷകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിനാപ്റ്റിന്റെ വിടവിലേക്ക് ശ്രവിക്കപ്പെടുന്ന ഒരു തരം രാസവസ്തു അല്ലെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നാഡീയ പ്രേക്ഷണം എന്ന് വിളിക്കുക അല്ലെ. ആ നാഡീയ പ്രേക്ഷണം ശ്രവിക്കുന്ന ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കും? സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കും. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആക്സോണിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ആക്സോണിലുള്ള ഭാഗങ്ങളാണ് നമ്മളെ നാഡിക്കുള്ള ഭാഗങ്ങളാണ് ഏതൊക്കെ? ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ആക്സോൺ, ആക്സോണൈറ്റ്, അതുപോലെ തന്നെ എന്ത്? സിനാപ്റ്റിക് നോബ്.
ഇത്രയാണ്. പിന്നെ ശ്വാൻകോശ ഉണ്ട്. ശ്വാൻകോശ മിസ് പറഞ്ഞല്ലോ, ശ്വാൻ സെൽ അങ്ങനെ ചോദിക്കാറില്ല. ഇത്രയും ഭാഗം നന്നായിട്ട് ഒന്ന് ആലോചിച്ച് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ മക്കളെ നമുക്ക് ഇന്ന ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താലോ. റിസീവ്സ് ഇമ്പൾസസ് ഫ്രം അഡ്ജസന്റ് ന്യൂറോൺ. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം ഏതാ മിസ് പറഞ്ഞത്? ഏതാ പുറത്ത് കാണപ്പെടുന്നത്? ഏറ്റവും പുറത്ത് കാണപ്പെടുന്നത്. തൊട്ടടുത്ത് നിന്ന് സ്വീകരിക്കണേ പുറത്തുണ്ടാവേണ്ട ആള്. ഇത് ഏത് ഭാഗമായിരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏത് ഭാഗ? ഡെൻഡ്രൈറ്റ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നു. ക്യാരീസ് ഇമ്പൾസസ് അവേ ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ ഒരു നീളം കൂടിയ തന്തു ഇല്ലേ? ഈ നീളം കൂടിയ ഒരു തന്തു കാണപ്പെടും. ഈ നീളം കൂടിയ തന്തുവിനെ നമ്മൾ എന്ത് വിളിക്കും? ആക്സോൺ. അപ്പൊ പുറത്തേക്ക് കൊണ്ടുവന്ന ആരാണ്? ആക്സോൺ. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ. സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ നാഡീയ പ്രേക്ഷകം സ്രവിക്കുന്ന ഭാഗം ആരാണ്? ഇവരാണല്ലേ. നാഡീയ പ്രേക്ഷകം ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗം ആരാണ്? ഇവരാണ്. അപ്പൊ അവർ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? സിനാപ്റ്റിക് നോബ്. ഇത്രയും ക്ലിയർ അല്ലേ? ഈ 3 ഭാഗവും ക്ലിയർ അല്ലേ? അപ്പം ഇതിൽ നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. റീഡ്രോ ദ ഡയഗ്രാം. റീഡ്രോ ചെയ്യുന്നതിന് 1 മാർക്ക് കേട്ടോ. റീഡ്രോ ചെയ്യുന്നതിന് 1 മാർക്കാണുള്ളത്. അതുപോലെ നിങ്ങൾ ഇനി ഇത് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. ഐഡന്റിഫൈ ചെയ്യുന്നതിന് 1/2 മാർക്ക് പ്ലസ് ലേബൽ ചെയ്യുന്നതിന് 1/2 മാർക്ക്. അങ്ങനെ ഇതിന് 1 മാർക്ക്. ഇതും 1/2 മാർക്ക് പ്ലസ് 1/2 പ്ലസ് 1/2 1. ഇവിടെയും 1/2 പ്ലസ് 1/2 1. അപ്പൊ മൊത്തം എത്ര മാർക്കായി? റീഡ്രോ ചെയ്യുന്നതിന് 1 മാർക്ക്, എ സബ് ക്വസ്റ്റ്യൻ 1 മാർക്ക്, ബി സബ് ക്വസ്റ്റ്യൻ 1 മാർക്ക്, സി സബ് ക്വസ്റ്റ്യൻ 1 മാർക്ക്. 1 1 1 1. എത്രയായി മക്കളെ? 4 മാർക്ക്. അപ്പൊ 4 മാർക്ക് സുഖമായിട്ട് ഇതിൽ നിന്ന് കിട്ടിയില്ലേ? 4 മാർക്ക് സുഖമായിട്ട് കിട്ടിയില്ലേ? അപ്പൊ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്തു പോയത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഉചിതമായ പദങ്ങൾ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ സെലക്ട് സ്യൂട്ടബിൾ വേർഡ്സ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ നോക്കുക, ഓരോന്നിനും കറസ്പോണ്ട് ആയിട്ട് എന്തെങ്കിലും കാണപ്പെടുന്നുണ്ടോ നോക്കാം. മൈലിൻ നമുക്കറിയാം, നമ്മൾ ആക്സോണിനെ വലയം ചെയ്തിട്ടുള്ള ഒരാളാണ് എന്ത്? ഒരു കൊഴുപ്പടങ്ങിയ ഒരു ആവരണമാണ് മൈലിൻ എന്ന് പറയുന്നത് അല്ലെ. സെൻട്രൽ കനാൽ നമ്മുടെ സുഷുമ്നയിൽ കാണപ്പെടുന്ന ഭാഗമാണ്. മസ്തിഷ്ക അറകൾ മസ്തിഷ്കത്തിൽ കാണപ്പെടും. ആവേഗങ്ങളുടെ വേഗതയും ദിശയും നിയന്ത്രിക്കൽ, വൈദ്യുത ഇൻസുലേറ്റർ, സിനാപ്സ്. ഇത്രയാണ് ഇവിടെ തന്നത്. അപ്പൊ നമുക്ക് ഈ സെൻട്രൽ കനാല് നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ, സുഷുമ്ന ഉണ്ടെങ്കിൽ നമുക്ക് സെൻട്രൽ കനാൽ എഴുതാമായിരുന്നു. അതുപോലെ മസ്തിഷ്കം ഉണ്ടെങ്കിൽ നമുക്ക് മസ്തിഷ്ക അറകള് നമുക്ക് മെനിഞ്ചസ് എന്നോ അല്ലെങ്കിൽ മസ്തിഷ്കം എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരുന്നു ഇത് എഴുതാമായിരുന്നു. അപ്പൊ ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ല. ഇനിയുള്ളത് ആരൊക്കെയാ? മൈലിനും അതുപോലെ തന്നെ ആരുണ്ട്? മൈലിൻ ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ടടാ? ആവേഗങ്ങളുടെ ദിശയും വേഗതയും ദിശയും നിയന്ത്രിക്കൽ, വൈദ്യുത ഇൻസുലേറ്റർ, സിനാപ്സ്. അപ്പൊ ഇവരിൽ ആരോ ആണ് ആരെ പേര്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എഴുതി നോക്കാം. ആദ്യത്തെ ആരാണ്? മൈലിൻ. മൈലിന് കറസ്പോണ്ട് ആയിട്ട് വരുന്ന എന്താ നോക്കാം. മൈലിന്റെ ധർമ്മം എന്തായിരുന്നു? ഒരു ധർമ്മം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈലിൻ എന്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്? വൈദ്യുത ഇൻസുലേറ്റർ അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? വൈദ്യുത ഇൻസുലേറ്റർ. വൈദ്യുത ഇൻസുലേറ്റർ. അടുത്തത് ആവേഗങ്ങളുടെ. ഇനി ആരാളുള്ളത്? എളുപ്പമാണ്. ഇനി സിനാപ്സേ ഉള്ളൂ. സിനാപ്സ് എന്ന് പറയുന്നത് എന്താണ്? സിനാപ്സ് എന്ന് പറയുന്നത് എന്താണ്? 2 നാഡീകോശങ്ങൾ തമ്മിലോ, ഒരു നാഡീകോശവും ഒരു ഗ്രന്ഥികോശവും തമ്മിലോ, ഒരു നാഡീകോശവും ഒരു പേശീകോശവും തമ്മിലോ ബന്ധിപ്പിക്കുന്ന ഭാഗത്തിനെ നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കും. ഈ സിനാപ്സിന്റെ ധർമ്മം എന്താണ്? അതായത് വരുന്ന ആവേഗങ്ങളുടെ പെട്ടെന്ന് എന്ത് ചെയ്യുക, അവരുടെ സ്പീഡും അതുപോലെ തന്നെ അവർക്ക് വഴി കാണിച്ചു കൊടുക്കുക, അവരെ ദിശ കാണിച്ചു കൊടുക്കല്ലേ, അവരുടെ ദിശ നിയന്ത്രിക്കുന്ന ആളെന്ന് പറയുന്ന ആരാണ്? സിനാപ്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇത് എഴുതിക്കൂടാ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇതെങ്ങനെ എക്സാമിന് വന്നാല് മനസ്സിലാവാണ്ടിരിക്കരുത് കേട്ടോ. അപ്പം വൈദ്യുത ഇൻസുലേറ്റർ ആയി പ്രവർത്തിക്കുന്നത് ആരാണ്? മൈലിൻ ആണ്. ഇനി റെഗുലേഷൻ ഓഫ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസസ് എന്ന് പറയുന്ന ആരാണ്? സിനാപ്സ് ആണ്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമുക്കറിയാം കുറേ ധർമ്മങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ മക്കളൊറ്റ ധർമ്മം വിട്ടുപോകരുത് കേട്ടോ. എല്ലാ ധർമ്മവും നന്നായിട്ട് ഇന്ന് പഠിക്കണം കേട്ടോ.
ഓക്കെ, ഏഴാമത്തെ ചോദ്യം. Redraw the given picture and label the parts indicated below. Label the parts indicated below. Write any one function for each. ഓരോന്നിന്റെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്, നമുക്കിനി പറഞ്ഞു പോകാനേ ഉള്ളൂ അല്ലെ. ഇതിൽ ഏറ്റവും ആദ്യത്തെ പാർട്ടാണ് മിസ് വരയ്ക്കുന്നില്ല. ഈ ഒരു ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കും? സെറിബ്രം എന്ന് വിളിക്കും അല്ലെ. ഈ ഒരു ഭാഗം സെറിബെല്ലം. ഇതിനെ തൊട്ട് താഴെ കാണുന്ന ഈ ഒരു ഭാഗമാണ് തലാമസ്, അതായത് സെറിബ്രത്തിന്റെ താഴെയാണ് കാണാം. തലാമസിന്റെ താഴെ കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ്. ഈ ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. നമുക്ക് ലേബൽ ചെയ്തൂടെ? ഈ ഒരു ഭാഗം അല്ലെ, ഈ ഒരു ഭാഗമാണ് എന്ത്? സോറി, ഈ ഒരു ഭാഗമാണ് എന്ത്? തലാമസ്. ഇനി അടുത്ത് ചോദിക്കുന്ന ഏതാ? മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ല ഒബ്ലോങ്കേറ്റ ഏതാ? മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ സുഷുമ്നയിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗമാണ് എന്ത്? ഹൈപ്പോ തലാമസ്. ആരെ താഴെ കാണപ്പെടുക? തലാമസിന്റെ താഴെ അല്ലെ. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് താഴെ എന്നുള്ള അർത്ഥമാണ് അല്ലെ. ലോ. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതൽ, മുകളില് അല്ലെങ്കിൽ കൂടുതൽ. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ താഴെ അല്ലെങ്കിൽ കുറവ് അല്ലെ. അപ്പോ തലാമസിന്റെ താഴെയാണ് കാണാം. ഇനി തലാമസിന്റെ ധർമ്മം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം അല്ലെങ്കിൽ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ്. മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്തെഴുതാം? നമ്മുടെ ബോഡിയിൽ എന്ത് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നു? ഇൻവോളണ്ടറി ആക്ഷൻസ് അല്ലെങ്കിൽ അനൈച്ഛിക ചലനങ്ങൾ. ഹോമിയോസ്റ്റാസിസ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. മിസ് പറഞ്ഞിട്ട് എച്ച് വെച്ച് തുടങ്ങുന്ന എന്തോ ഒരാളുണ്ട് അവിടെ. ആരാ? ഹൈപ്പോതലാമസ് ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുക. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ ആലോചിക്കുക, സെറിബ്രമാണ് എന്റെ മക്കളെ നിങ്ങൾക്ക് തന്നതെങ്കിൽ നിങ്ങൾ എന്തെഴുതും? കൺട്രോൾസ് എന്തെഴുതാ? വോളണ്ടറി ആക്ഷൻസ് എഴുതാം. വോളണ്ടറി ആക്ഷൻസ് എഴുതാം. അടുത്തത് സെറിബ്രം കഴിഞ്ഞു. ഇനി അടുത്തത് വരികയാണെങ്കിൽ ഏത് പാർട്ടാ വിട്ടുപോയിട്ടുള്ളത്? സെറിബെല്ല. എന്തെഴുതും? എന്തെഴുതും? സെറിബെല്ലം തന്ന എന്തെഴുതും? മിസ് പറഞ്ഞിട്ടുണ്ട് എല്ല് വെച്ച് തുടങ്ങുന്ന എന്താ ഉള്ളത്? ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ശരീര തുലന നില പാലിക്കൽ അല്ലെ. ഓക്കെ അല്ലേ? ഏഴാമത്തെ ചോദ്യത്തിന് ഇനി ആകെ 3 ചോദ്യമൂടെ ഉള്ളൂ. എളുപ്പമാണ് കേട്ടോ, നമുക്ക് വേഗം പറഞ്ഞിട്ട് പോവേ. Observe the illustration and answer the question. Identify the part labeled as 1. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം? നിങ്ങൾ പറഞ്ഞ എന്തുമായിട്ട് ബന്ധപ്പെട്ട? സ്പൈനൽ കോഡ് അല്ലെങ്കിൽ നമ്മളെ സുഷുമ്നയായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ് അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ചിത്രം നോക്കുക. ടെക്സ്റ്റിൽ നല്ല ചിത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെൻട്രൽ ഭാഗത്ത് കാണപ്പെടുന്ന ഈ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ സെൻട്രൽ കനാൽ. എന്താ വിളിക്കുക? സെൻട്രൽ കനാൽ. ഈ സെൻട്രൽ കനാലിന് കണക്ട് ചെയ്ത 2 റൂട്ടുകളുണ്ട്. ഓക്കെ, സെൻട്രൽ കനാലിന് കണക്ട് ചെയ്തിട്ട് 2 റൂട്ടുകൾ കാണപ്പെടും. ഏതൊക്കെ റൂട്ട്സ്? അത് നമ്മളെ ഡോർസൽ റൂട്ടും അതുപോലെ തന്നെ നമ്മളെ വെൻട്രൽ റൂട്ടും ആണ് അത് കേട്ടോ. നമ്മളെ ഡോർസൽ റൂട്ടും അതുപോലെ തന്നെ നമ്മളെ വെൻട്രൽ റൂട്ടും. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റിലെ ചിത്രമൊക്കെ നന്നായിട്ട് നോക്കുക കേട്ടോ. ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇതാണ് ഡോർസൽ റൂട്ട്. ഓക്കെ, ഇതാണ് വെൻട്രൽ റൂട്ട് കേട്ടോ. ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 2ിലൂടെയും 3ിലൂടെയും സമാഹരണം ചെയ്യപ്പെടുന്ന ആവേഗങ്ങളുടെ വ്യത്യാസം. ഇതെന്ത് ചെയ്യുന്നറിയോ? ആവേഗങ്ങളെ നമ്മളെ സുഷുമ്നയിലേക്ക് എത്തിക്കുക ഇതിലൂടെയാ. ആവേഗങ്ങൾ പോവുക ഇതിലൂടെയാ? ഡോർസൽ റൂട്ടിലൂടെയാണ്. ഇനി ഇവിടെ നിന്നും ആവേഗങ്ങൾ പുറത്തേക്ക് വരുന്ന ഭാഗമാണ് എന്ത്? നമ്മളെ വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളെ വെൻട്രൽ റൂട്ടും അതുപോലെ തന്നെ നമ്മളെ ഡോർസൽ റൂട്ടും, അതായത് നമ്മളെ സെൻസറി ഇമ്പൾസസ് ഒക്കെ അകത്തേക്ക് വരും ഇതിലൂടെയാണ്. മോട്ടോർ ഇമ്പൾസസ് പുറത്തേക്ക് പോയതിലൂടെയാണ്. അതായത് ശരീരഭാഗത്ത് നിന്നുള്ള ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ സ്വീകരിച്ച് കൊണ്ടുവരുന്ന ഭാഗമാണ് ഡോർസൽ റൂട്ട്. ഇനി അവിടെ നിന്നും സുഷുമ്നയിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും ആവേഗങ്ങളെ സ്വീകരിച്ച് പുറത്തേക്ക് വരുന്ന ഭാഗമാണ് മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത്. ആ ആള് കടന്നു പോകുന്ന ഭാഗമാണ് വെൻട്രൽ റൂട്ട്. അപ്പൊ നിങ്ങൾ നിങ്ങൾ എഴുതേണ്ട എന്താന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേത് ആവേഗങ്ങൾ അകത്തേക്ക് പോകുന്ന ഭാഗം ഡോർസൽ റൂട്ടാണ്. ആവേഗങ്ങളെ പുറത്തേക്ക് എത്തിക്കുന്ന ഭാഗമാണ് എന്ത്? ഇതാ വെൻട്രൽ റൂട്ട്. ക്ലിയർ അല്ലേ? 8ാമത്തെ ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ പാർട്ട്
of brain which helps to maintain homeostasis. ഇനിയും ഞാൻ പറയാണ് എന്ത് വെച്ചാ തുടങ്ങുന്നേ? എച്ച്. അപ്പൊ എന്തെങ്കിലും ആലോചിക്കാനുണ്ടോ? ഹൈപ്പോതലാമസ് അല്ലേ ഉത്തരം? അല്ലെ? ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന ഭാഗം ആരാണ്? ഹൈപ്പോതലാമസ്. സെറിബ്രാണ് തന്നെങ്കിൽ എന്റെ മക്കൾ എന്തെഴുതും? ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുക. തലാമസ് ആണെങ്കിൽ ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം, മിഡുല ഒബ്ലോങ്കേറ്റ ആണെങ്കിൽ ഇൻവോളണ്ടറി ആക്ഷൻസ് അല്ലെങ്കിൽ അനൈച്ഛിക ചലനം. ആൻഡ് വി ആർ മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം അല്ലെ നമുക്ക്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കുക. അപ്പൊ ഒരു രോഗത്തിന്റെ ലക്ഷണം തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. ലക്ഷണം എന്ന് പറയുന്നത് കേവലം ഓർമ്മകൾ പോലും ഇല്ലാതാവുകയും ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഓർമ്മയ്ക്ക് എന്തായി പോവാ? നശിച്ചു പോവാണ് ചെയ്യുന്നത്. ഓർമ്മ നശിച്ചു പോവാണ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണ്? നമ്മുടെ തലച്ചോറിൽ എന്തടിഞ്ഞുകൂടാണ്? അക്യുമുലേഷൻ ഓഫ് ഇൻസോല്യൂബിൾ ആയിട്ടുള്ള എന്തടിഞ്ഞുകൂടും, അല്ലെങ്കിൽ അലയമായിട്ടുള്ള എന്തടിഞ്ഞുകൂടുക ചെയ്യുക? പ്രോട്ടീൻ അടിഞ്ഞുകൂടും. അതാണ് അതിന്റെ കാരണം. ഇത് ഏതാ മക്കളെ? രോഗം ഏതാ? അൽഷിമേഴ്സ് ആണ് അല്ലെ? അൽഷിമേഴ്സ് ആണ് രോഗം എന്ന് പറയുന്നത്. ഇനി തലച്ചോറിൽ ഡൊപ്പാമിന്റെ ഉൽപാദനം കുറയുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡൊപ്പാമിന്റെ ഉൽപാദനം കുറയുന്നത് ഏത് രോഗമാണ്? അതായത് ചില ഗാംഗ്ലിയോണുകളുടെ നാശം സംഭവിക്കുക. ഏത് രോഗമാണ്? പാർക്കിൻസൺസ് ആണ് കേട്ടോ. പാർക്കിൻസൺസ് ആണ്, മറന്നു പോകേണ്ട. ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ബോഡി ബാലൻസിങ് ഒക്കെ നഷ്ടപ്പെടുക അല്ലെ? ശരീര തുല്യനില എന്ത് ചെയ്യുക? നമുക്ക് നഷ്ടപ്പെടുക. പിന്നെ അതുപോലെ തന്നെ വായന്ന് എന്ത് ചെയ്യുക? ഉമിനീര് അല്ലെ? സലൈവർ, ഷിവറിങ് ഓഫ് ദ ബോഡി ഉണ്ട്. സലൈവേഷൻ, പ്രൊഫ്യൂസ് സലൈവേഷൻ, ബോഡിക്ക് എന്ത് വരിക? വിറയല് വരിക. ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയും 10 ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻ കണ്ട സമയത്ത് എന്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് എന്താണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഏത് ഭാഗത്തുനിന്നാ? അസുഖങ്ങളും നമ്മുടെ മസ്തിഷ്കവും നമ്മളെ നാഡിയും അല്ലെ? അപ്പൊ മക്കള് ഈ ഒരു 3 ഭാഗം സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യണം? പഠിക്കണം കേട്ടോ. അപ്പൊ മിസ്സിന് പറയാനുള്ള കാര്യം എന്താന്ന് പറഞ്ഞാല് മക്കള് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വായിക്കുക. വെറുതെ കുറേ നമ്മൾ വായിച്ചുകൊണ്ട് കാര്യമല്ല. നമ്മൾ വായിക്കുന്ന കാര്യം എന്ത് ചെയ്യുക? നമ്മളിപ്പം കുറേ ടൈം ഇരുന്ന് പഠിക്കല്ല. ചില ആൾക്കാർ നമ്മളെല്ലാവരും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ തൊട്ടടുത്ത് ഇരിക്കുന്ന ആള് പഠിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണമെന്നുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. എല്ലാം കൊണ്ടും നമ്മൾ വ്യത്യസ്തരാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റില്ല. ആദ്യം നിങ്ങളൊരു കപ്പാസിറ്റി മനസ്സിലാക്കുക. എനിക്കിപ്പോൾ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു പാരഗ്രാഫ് പഠിക്കാൻ എനിക്ക് ഇത്രയും സമയം വേണം. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ടൈം മാനേജ് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും നിങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ JPS ഫാക്കൽറ്റീസ് ഇല്ലേ? നിങ്ങൾ എന്തിനാ ഇപ്പൊ ടെൻഷൻ അടിക്കുന്നത്? നമുക്ക് ബയോളജിക്ക് നമുക്ക് A+ വാങ്ങണ്ടേ? A+ നമുക്ക് വാങ്ങണം. മിസ് വാങ്ങിത്തരും. നമുക്ക് ഇനിയും മിസ് ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്താവുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ എഴുതണ്ടെന്ന് ഒരു ഐഡിയ ഉണ്ടാവും കേട്ടോ. അപ്പൊ മറക്കണ്ട. അപ്പൊ ടെൻഷനൊക്കെ മാറ്റി വെച്ച് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പോൾ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി മാറ്റി വെച്ച് ജസ്റ്റ് ഒരു മാസം എങ്ങനെയൊന്ന് കഷ്ട ചെയ്തിട്ട് നിങ്ങളൊന്ന് ഇരുന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? A+ നമുക്ക് നേടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ വായ്പ മിസ് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററിന്റെ നോട്ടുമായിട്ട് വരാം കേട്ടോ. അപ്പൊ ടാറ്റാ. നല്ലോണം പഠിച്ചോ കേട്ടോ. ടാറ്റാ.